ഹായ് ഓൾ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. കേരളത്തിൽ ഈ വർഷം സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഫാനിട്ടാലും AC ഇട്ടാലും വരെ വിയർക്കുന്നൊരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ. ഈ ചൂടിൽ തലശ്ശേരി പട്ടണത്തിൽ നല്ല കടൽക്കാറ്റ് കൊണ്ടിരിക്കാൻ ഉള്ള ഒരു സ്ഥലത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. തലശ്ശേരി സ്റ്റേഡിയത്തിൻ്റെയും തലശ്ശേരി കോട്ടയുടെയും ഒക്കെ വളരെ അടുത്തായി കിടക്കുന്ന ഓവർ ബ്രിഡ്ജ് ഫോളി എന്നു പേരുള്ള പാർക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പാർക്കിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, കൊല്ലവർഷം 1870 തലശ്ശേരി കോടതിയിലെ ജഡ്ജിയായിരുന്ന EN ഓർബറി എന്ന സാഹിബാണ് ഈ പാർക്ക് ഇവിടെ ആരംഭിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ സാഹിബിന് ഇത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ കിടന്നിരുന്ന ഈ പാർക്കിനെ അടുത്ത കാലത്തായി കേരള ടൂറിസം വകുപ്പാണ് ഏറ്റെടുത്ത് തലശ്ശേരിയിലെ ഒരു പ്രമുഖ വിശ്രമ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. ഈ പാർക്കിൻ്റെ ഭൂപ്രകൃതി പറയുകയാണെങ്കിൽ, കടലിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പാണിത്. ഇതിൻ്റെ ഏകദേശം 3 ഭാഗവും കടലാണ്. ആയതിനാൽ ഏതു സമയം ഇവിടെ നല്ല കാറ്റാണ്. അതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടായിരിക്കാം പണ്ട് സാഹിബ് ഇവിടെ ഒരു വിശ്രമകേന്ദ്രം പണിയാൻ ആരംഭിച്ചത്. ഇവിടെ ഒരു കൊച്ചു കൂൾ ഡ്രിങ്ക് ഷോപ്പുമുണ്ട്. പാർക്കിലോട്ട് കയറാൻ 10 രൂപയുടെ ടിക്കറ്റുണ്ട്. പിന്നെ പാർക്കിനായിട്ട് ഒരു കാർ പാർക്കിംഗ് ഇല്ല ഇവിടെ. പക്ഷേ അടുത്തൊക്കെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യവുമുണ്ട്. ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ധർമ്മടം തുരുത്തും തലശ്ശേരി കോട്ടയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പാർക്കിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ കാണാനും വളരെ രസമാണ്. മലബാറിലെ ആയോധന കലകളുടെ കുറേ ചുവർചിത്രങ്ങളും ഈ വാച്ച് ടവറിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം.
കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേയധികം ഉപകരണങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.